മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകൾ ശക്തം. അജിത് പവാർ ഷിൻഡെ പക്ഷത്തെ 40 എംഎൽഎമാർ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതായി മഹാരാഷ്ട്രയിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജയ് വഡെറ്റിവാർ അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആഘാതം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് സുരക്ഷിത താവളങ്ങൾ തേടിയുള്ള പുതിയ നീക്കങ്ങൾ. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെയും ഉപമുഖ്യമന്ത്രി അജിത് പവാർ പക്ഷം NCPയുടെയും 40 എംഎൽഎമാർ കോൺഗ്രസിൽ ചേരാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് വിജയ് വഡെറ്റിവാർ അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആഘാതം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ആശങ്കയാണ് ഇവരെല്ലാം മാറ്റി ചിന്തിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് MLA പറയുന്നു. നിലവിൽ അജിത് പവാർ ഷിൻഡെ പക്ഷം കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലാണെന്നും വഡെറ്റിവാർ പരിഹസിച്ചു. आजच्या स्थितीमध्ये अजित पवार की स्थिती आणि त्यांचा सन्मान करण्यासारखं अजित पवारांच्याकडे राहिलं काय? जो मिला वो खाओ अशी परिस्थिती आली आहे. മഹാവികാസ് അഘാടി സഖ്യം മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും വഡെറ്റിവാർ അവകാശപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവികാരം ഇതാണ് പ്രകടമാക്കുന്നതെന്നാണ് വഡെറ്റിവാർ പറയുന്നത്. 2014-2019 ഉണ്ടായിരുന്ന പോലെ BJP ഇപ്പോൾ ശക്തമല്ലെന്ന നിരീക്ഷണമാണ് മാറി ചിന്തിക്കാൻ നേതാക്കളെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം. या JDUची आणि चंद्राबाबू दोन बाबू यांचीच हालत तिथे काय होणार हे कळेल. മഹായുതി സഖ്യത്തിന്റെ ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാത്ത MLAമാരാണ് മാറ്റത്തിനായി ശ്രമിക്കുന്നത്. മതേതര ദളിത് ആദിവാസി ന്യൂനപക്ഷ വോട്ട് ബാങ്കാണ് BJP സഖ്യത്തിന്റെ പേരിൽ നഷ്ടമായതെന്ന് ഇവർ കരുതുന്നു. മഹാരാഷ്ട്രയിൽ വരുന്ന നാളുകളിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയാനുള്ള സൂചനകളാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് പങ്കുവച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.